നമ്മളിത് കാണാൻ പോകുന്ന സിനിമ നമുക്ക് ഓരോ ആൾക്കാർക്കും ജീവിതമായിട്ട് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിയോഗം എന്നൊരു സാധനം ഉണ്ടല്ലോ. ഈ നിയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയോ അല്ലെങ്കിൽ നമ്മൾ ജനിച്ച ഫാമിലി ഒന്നുമല്ല. നമ്മൾ എന്തിനീ ഭൂമിയിൽ ജനിച്ചു, എന്താണ് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചതിൻ്റെ പർപ്പസ് എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു മഹത്തരമായിട്ടുള്ള കാര്യമായിരിക്കും. അത് ചെറുതോ വലുതാവാം. അത് നമ്മളൊരു സമയത്ത് തിരിച്ചറിയുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്കൊരു നിയോഗം ഉണ്ട് എന്ന് കരുതി ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യാൻ പോകുന്ന തൊഴിൽ നമ്മുടെ നിയോഗമായിരിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തോ അല്ലെങ്കിൽ നമ്മൾ ജനിച്ച ജാതി ഒന്നും നമ്മുടെ നിയോഗമല്ല. നമ്മളാ ചെയ്യാൻ പോകുന്ന ഈ ഭൂമിയിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ നമ്മൾ ജനിച്ചതിൻ്റെ ഒരു പർപ്പസ് എന്നൊരു സാധനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യം ചർച്ച ചെയ്യുന്നൊരു മൂവിയാണ് നമ്മളിന്ന് കാണുന്നത്. ഈ ഒരു സിനിമയിൽ ഒരു നായ, ആ നായ ഒരു 4 ജന്മം ഈ സിനിമയിൽ എടുക്കുന്നുണ്ട്. ഈ 4 ജന്മത്തിലും അത് നായയായിട്ട് തന്നെയാണ് ജനിക്കുന്നത്. വെൽക്കം ടു ചിലന്തിവല. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു കഥയാണ്. ഡോഗ്സ് പർപ്പസ് എന്ന് പറയുന്ന മൂവിയാണ്. ഈ ഒരു മൂവിയിൽ ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് ഒരു നായയാണ് പ്രദർശിച്ചിരിക്കുന്നത്. ഈ ഒരു നായ അതിൻ്റെ ഒരു 4 ലൈഫ് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ 4 ലൈഫിനും അതിന് പഴയ ലൈഫിനെ കുറിച്ച് ഉൾപ്പെടെയുള്ള ഓർമ്മകൾ ഉള്ളതായിട്ട് സിനിമയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. താൻ എന്തിനു വേണ്ടിയാണ് ജനിച്ചത്, തൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം എന്താണെന്ന് സ്വയം തേടുന്ന ഒരു വാൻഡറിങ് സോളായിട്ടാണ് ഈ നായ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഓരോ തവണയും തൻ്റെ യജമാനോട് സിൻസിയറിറ്റി ആൻഡ് ലോയൽറ്റി ഈ നായ പ്രകടിപ്പിക്കുന്നു. അതിലൂടെ അതിന് കിട്ടുന്ന ചില എക്സ്പീരിയൻസസ് ഈ സിനിമ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ നായയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില മനുഷ്യരുടെ ജീവിതവും ഇവർ തമ്മിലുള്ള ആത്മബന്ധമാണ് ഈ സിനിമ മെയിനായിട്ട് ചർച്ച ചെയ്യുന്നത്. അറ്റ് ദ എൻഡ് ഈ ഒരു നായ തൻ്റെ ലൈഫിൻ്റെ പർപ്പസ് കണ്ടുപിടിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഒരു കഥ കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു അനിമൽ ലവർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ സിനിമ കാണണം. അതല്ലാതെ നിങ്ങൾക്കിപ്പോൾ വെറുതെ ഒരു സിനിമ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കൂടി ഈ സിനിമ കാണാം. ബിക്കോസ് ഇതിൻ്റെ നായ മാത്രമല്ല, നായയോടൊപ്പം തന്നെ നായുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മനുഷ്യരുടെ കഥയും കൂടി ഇതിനോടൊപ്പം വരുന്നുണ്ട്. ഈ നായയും മനുഷ്യരായിട്ടുള്ള ബന്ധം അവർക്ക് ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ സ്റ്റോറിയുടെ ഉള്ളിൽ ആ സ്റ്റോറിയുടെ ഒരു പാർട്ടായിട്ട് ഈ നായയും കടന്നു പോവാണ്. ആ സ്റ്റോറിയോടൊപ്പം തന്നെ പ്രണയവും നല്ലൊരു ഫാമിലി മൊമെന്റ്സും ഒക്കെ ഉണ്ട്. അറ്റ് ദ എൻഡ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്ന ഓരോ ആൾക്കാരുടെയും കണ്ണെങ്കിലും ഒന്ന് നിറയിപ്പിക്കുന്ന രീതിക്ക് ഈ സ്റ്റോറി കൊണ്ടെത്തിക്കുന്നുണ്ട്. ആൻഡ് ക്ലൈമാക്സ് വരെയൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി വളരെ കാലത്തിന് ശേഷം വളരെ നല്ലൊരു സിനിമ കണ്ട ഫീൽ, ഒരു വളരെ ഫീൽ ഗുഡ് മൂവി കണ്ട ഫീൽ എല്ലാവർക്കും കിട്ടുമെന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ്. 2017 ഈ ഒരു മൂവി പുറത്തിറങ്ങുന്നത്. ഈ ഒരു മൂവിക്ക് ഒരു 8.5 ഒക്കെ റേറ്റിംഗ് കൊടുക്കാവുന്നത് തീർച്ചയാണ്. ഒരു 8.5 എന്തായാലും കൊടുക്കാം. സ്ട്രെസ് മൂഡിലൊക്കെ ഇരുന്നിട്ട് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ കിട്ടുന്ന റിലാക്സേഷൻ ചില്ലറയ്ക്കൊന്നുമല്ല. എന്തായാലും ഇതൊരു മസ്റ്റ് വാച്ച് മൂവിയായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഒരു വളരെ നല്ല സിനിമയാണ്. അപ്പോൾ എല്ലാവരും കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അടുത്തൊരു മൂവിയായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ഗുഡ് ബൈ.